അതിഭീകര ട്വിസ്റ്റുകൾ വരാനിരിക്കുകയാണ്. എന്താണ് ട്വിസ്റ്റ്? മിഡ് വീക്ക് എവിക്ഷൻ ആണോ? രാവിലെ മുതൽ കാണുന്ന ഒത്തിരി മെസ്സേജസ് ആണ്, ഗ്രൂപ്പുകളിലായിക്കോട്ടെ, കമൻറ്റ് ബോക്സിലായിക്കോട്ടെ, എൻ്റെ പേഴ്സണലായിട്ടുള്ള വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന മെസ്സേജാണ്. മിഡ് വീക്ക് എവിക്ഷൻ ആണോ വരാനിരിക്കുന്ന അതിഭീകര ട്വിസ്റ്റ്? എന്താണ് കാര്യം? അതോ ഇനി പ്രസ് മീറ്റോ, ചലഞ്ചേഴ്സോ, ഭൂകമ്പം ടാസ്കോ ഒക്കെ ഉണ്ടോ? സീസൺ എക്സ്റ്റെൻഡ് ചെയ്തോ? എന്താണ് അപ്ഡേറ്റുകൾ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ വരാൻ പോകുന്ന അതിഭീകര ട്വിസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും എന്താണ് ട്വിസ്റ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഈ പറഞ്ഞ പോലെ നാദര വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റ് ഒരു വലിയൊരു സംഭവം വരാനിരിക്കുകയാണ്, നാളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുമെന്ന്. ഇന്ന് ഈ നിമിഷം വരെയും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയുവാണെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പ്രോബബിലിറ്റി മിഡ് വീക്ക് എവിക്ഷനാണ്. തള്ളിക്കളയാൻ പറ്റത്തില്ല. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ഈ സീസണിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എങ്കിലും നടക്കും. കാരണം അത്രയധികം ആൾക്കാർ, ഇപ്പോൾ സിജോ കൂടി വന്നിരിക്കുന്നു, സിബിൻ ഇന്നോ നാളെയോ എത്തും, വീണ്ടും 18 ദിവസം 50 ആവുന്നു, 18 പേര് അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിഡ് വീക്ക് എവിക്ഷന് സാധ്യതയുണ്ട്. പക്ഷേ അത് ഇന്ന് നടക്കും, നാളെ നടക്കും, മറ്റന്നാൾ നടക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതാണ്. അതിന് എപ്പോഴാണെന്നുള്ള കാര്യം അറിയത്തില്ല. ഈ വീക്ക് ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇന്ന് നടന്നോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നടന്നെങ്കിൽ നാളെ കാണാൻ പറ്റും. ഇനി അടുത്ത് കുറച്ച് ചാൻസസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനൊരു 60% കൺഫേംഡേ പറയുന്നുള്ളൂ. കുറച്ച് ചാൻസസ് ആണ്. ഒന്നാമത്തത് പ്രസ് മീറ്റ്. അതായത് കഴിഞ്ഞ സീസണിലും അതിന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ കണ്ടസ്റ്റൻസിനെ കാണാനും അവരുമായിട്ട് ഇടപെടാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അവരുടെ ഗെയിമിനെ കുറച്ച് തിരിച്ചുവിടാനൊക്കെ പറ്റുന്ന ലെവലിലുള്ള പ്രസ് മീറ്റ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ പ്രസ് മീറ്റിന് പോയിട്ടുള്ള ഒരു വിവരമാണ്, ഞാൻ കേട്ട വിവരമാണ്. കഴിഞ്ഞ തവണ പ്രസ് മീറ്റിന് പോയിട്ടുള്ള രീതിയിൽ റിവ്യൂവേഴ്സിനെയും അതുപോലെ തന്നെ ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തു എന്നിങ്ങനെ കേൾക്കുന്നു. ഒരു 60% കൺഫേംഡേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ ഞാൻ പറയാം. ഇനി ചലഞ്ചേഴ്സിന് സാധ്യത ഈ സീസണിൽ കുറവാണ്. കാരണം ഞാൻ ചലഞ്ചേഴ്സിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ചലഞ്ചേഴ്സ് വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വരുന്നില്ലെന്നോ എനിക്കറിയാൻ പറ്റിയില്ല. അതായത് ചലഞ്ചേഴ്സിൻ്റെ കാര്യം സ്റ്റിൽ ഒരു സീസൺ അങ്ങനെ ആയിരിക്കും അതുപോലെ എന്നുള്ള ഒരു വിവരമാണ്. അപ്പോൾ ചലഞ്ചേഴ്സിൻ്റെ കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആദ്യമൊക്കെ ഈ സീസൺ തുടങ്ങി 10-20 ദിവസമൊക്കെ ആയ സമയത്ത് 2 ചലഞ്ചേഴ്സ് കൺഫേംഡ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. സീസൺ 1-ൽ നിന്നും ഒരാളുണ്ടാവുമെന്നും അറിയാൻ പറ്റി. അപ്പം ആരൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചേഴ്സിൻ്റെ കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാം. ചലഞ്ചേഴ്സ് ഉണ്ട് ഇല്ല ആ ഒരു മൈൻഡിലാണ്. കാരണം അതിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ ഹൈ ചാൻസസ് കാണുന്ന ഒരു സാധനമാണ് ഭൂകമ്പം ടാസ്ക്. തമിഴ് ബിഗ് ബോസ് സീസൺ 7-ലെ കുറേ ടാസ്കുകൾ ഇതിനകത്തേക്ക് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു മെയിൻ ടാസ്ക്കാണ് ഭൂകമ്പം ടാസ്ക്. ഈ ഭൂകമ്പം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പറയും, വീട്ടിൽ ഭൂകമ്പം നടക്കാൻ പോവാണ്, നിങ്ങൾക്ക് 3 ടാസ്കുകൾ തരും. ഈ 3 ടാസ്കുകളിൽ നിങ്ങൾ എത്ര ടാസ്കുകളിലാണോ തോൽക്കുന്നത് അത്രയും ആൾക്കാർ ഈ വീട്ടിൽ നിന്നും എവിക്റ്റ് ആവും. അത് നോർമലി നമ്മുടെ വീക്കെൻഡിൽ തന്നെയാണ് എവിക്റ്റ് ആവുന്നത്. പ്രേക്ഷകരുടെ വോട്ടിൻ്റെ ബേസിസ് തന്നെയാണ് എവിക്റ്റ് ആവുന്നത്. പക്ഷേ പകരം എത്ര പേര് ഈ വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നോ അതിന് പകരം അത്രയും പേര് ഈ വീട്ടിലേക്ക് റീ എൻട്രി ചെയ്യും. മുമ്പ് എവിക്റ്റായി പോയിട്ടുള്ള അത്രയും പേര് റീ എൻട്രി ചെയ്യും. മനസ്സിലായോ? അതാണ് ടാസ്ക്. ഭൂകമ്പം ടാസ്ക് സാധനം അതാണ്. ഈ വീട്ടിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഭൂകമ്പം ടാസ്ക് വരാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരാഴ്ച മുന്നേ ഭൂകമ്പം ടാസ്ക് അനൗൺസ് ചെയ്യും. ഭൂകമ്പം ടാസ്ക് ഉണ്ടെങ്കിൽ മൺഡേ തന്നെ അത് അനൗൺസ് ചെയ്യും. ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റും. അതായത് മൊത്തം 3 ടാസ്ക് അവർക്ക് കൊടുക്കും. തമിഴ് ബിഗ് ബോസിൽ അങ്ങനെ ഉണ്ട്, 3 ടാസ്ക് അവർക്ക് കൊടുക്കും. ഈ ടാസ്കുകളിൽ ഇവർ തോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 3 ടാസ്കിലും ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു എവിക്ഷനും നടക്കത്തില്ല. നോർമൽ ആയിട്ടുള്ള ഒരു എവിക്ഷനേ നടക്കുള്ളൂ 3 ടാസ്കുകളും ഇവർ ജയിച്ചു കഴിഞ്ഞാൽ. അല്ല 2 ടാസ്കിൽ ജയിക്കുകയും 1 ടാസ്കിൽ തോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നടക്കുന്ന എവിക്ഷൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഭൂകമ്പം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് 3 ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ഭൂകമ്പത്തിൽ ഒരെണ്ണത്തിൽ ഇവർ തോറ്റു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിംഗിൾ എവിക്ഷൻ നടക്കും. 2 എണ്ണത്തിൽ ഇവർ തോറ്റു, 1 ടാസ്കിൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഡബിൾ എവിക്ഷൻ കൊടുക്കും. 3 എണ്ണത്തിലും ഇവർ തോറ്റു, ഇവർക്ക് കൊടുത്ത ടാസ്കുകൾ ഒന്നും അവർക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ
3 ടാസ്കിലും തോറ്റെങ്കിൽ 3 പേര് എവിക്റ്റ് ആവും. അതാണ് ഭൂകമ്പം ടാസ്ക്. പക്ഷേ മലയാളത്തിന് വരുമ്പോൾ കുറച്ച് വെറൈറ്റി അതിനകത്ത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തമിഴിലെ പോലെ ഇവർക്ക് ആൾക്കാരെ എടുത്ത് വെളിയിലോട്ട് കളഞ്ഞിട്ട് പകരം ആൾക്കാരെ കയറ്റാൻ പറ്റൂല. കാരണം ഇപ്പോഴേ വീട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ആൾക്കാരെ കയറ്റാൻ പറ്റില്ല. കാരണം 100 ദിവസം ആണ് ഷോ ഉള്ളത്. അപ്പം മാക്സിമം ഇവർക്ക് ആളെ ഇനി കയറ്റാൻ പറ്റില്ല. അപ്പം ഇവർ എവിക്ഷൻ്റെ സാധനം മാത്രമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. റീ എൻട്രിയുടെ കേസ് പറയാതെ ആയിരിക്കും ഭൂകമ്പം ടാസ്ക് വരുവാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കേൾക്കുന്ന ഒരു സാധനം സീസൺ 110 ദിവസം അല്ലെങ്കിൽ 105 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇതും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരൊറ്റ സാധനവും കൺഫേംഡ് അല്ല. സാധ്യതകൾ ഞാൻ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സീസൺ 5-ൻ്റെ, സീസൺ 4-ൻ്റെ, സീസൺ 3-ൻ്റെ, 2-ൻ്റെ, 1-ൻ്റെ എല്ലാ പ്രൊമോസിലും പറയുന്നുണ്ട് 100 ദിവസത്തെ കളിയാണ്, 100 ദിവസം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ഒരുമിക്കുന്ന കളിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സീസണിൽ ഒരു പ്രൊമോ എങ്കിലും നിങ്ങൾ കണ്ടോ 100 ദിവസത്തെ കളിയാണെന്ന് ലാലേട്ടൻ പറയുന്നത്? ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇതാണ് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല 100 ദിവസത്തെ കളിയാണ് എന്ന് ഇത്തവണ ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. ഫുൾ മാറ്റിപ്പിടിച്ചാലോ ആ മാറ്റിപ്പിടുത്തം ഈ സീസണിൽ ഡേയുടെ കാര്യത്തിലും ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. അതായത് 100 ദിവസമല്ല, 100 ദിവസത്തേക്കാൾ, അതായത് 98 ദിവസമാണ് സാധാരണ നമ്മൾ മലയാളം ബിഗ് ബോസ് കാണുന്നത്. ഈ 98 105 110 ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അതാണ് പ്രൊമോയിൽ 100 ദിവസം എന്നവർ പറയാത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സീസണിൻ്റെ കാര്യം തകിടം മറിഞ്ഞ് സീസൺ അധോഗതിയായി പൊട്ടിപ്പാളീസായ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ 98 ദിവസത്തിൽ തന്നെ നിർത്തും. ഈ പറഞ്ഞിട്ടുള്ള പ്രൊമോയിൽ പറയാത്ത കാര്യങ്ങളൊന്നും പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല 100 ദിവസം എന്ന് പറഞ്ഞിട്ട് ഈ സീസൺ 5-ൻ്റെ സീസൺ 6-ൻ്റെ പ്രൊമോയിൽ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ലാലേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ മാറ്റി പിടിച്ചാലോ എന്നാണ് പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. 100 ദിവസം പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി കേൾക്കുന്ന ഒരു സാധനമാണ് 4 പേര് ഔട്ടാവാൻ പോകുന്നു എന്ന്. അങ്ങനെ എന്തോ ഒരു സാധനം, അത് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ കേൾക്കുന്നില്ല. ആ കാര്യങ്ങൾ ഞാൻ അറിയുവാണെങ്കിൽ അറിയുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് നേരങ്ങൾ കഴിഞ്ഞാൽ അപ്ഡേറ്റുകൾ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, കിട്ടുന്ന മുറയ്ക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന വീഡിയോയിൽ ഞാൻ എടുത്തു പറയുന്നു, മിഡ് വീക്ക് എവിക്ഷൻ്റെ കേസായാലും പ്രസ് മീറ്റിൻ്റെ കേസായാലും ചലഞ്ചേഴ്സിൻ്റെ കേസ്, ഭൂകമ്പം ടാസ്കിൻ്റെ കേസ്, ബിഗ് ബോസ് 2 എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസ്, ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു 60% കൺഫർമേഷനിലാണ്. കാരണം ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം വരാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. കുറേയൊക്കെ അറിയുന്നുണ്ട്, കുറേയൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്, കുറേയൊക്കെ ഒരു 50-50 നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ മനസ്സിലിരുന്നോട്ടെ. ഇതൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും, വരുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അതെല്ലാം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. എന്തൊക്കെ വരും, ഏതൊക്കെ വരും. ഇതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസ് വേറെ ലെവലാവും. നമ്മൾ കണ്ടിരിക്കാൻ, ഇതുവരെ മലയാളികൾ കാണാതെ. പിന്നെ ഫാമിലി വീക്കൊക്കെ അറിയാലോ, അതൊക്കെ ഉണ്ട്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. ഫാമിലി വീക്കുകളൊക്കെ വരും, ടിക്കറ്റ് ഫിനാലെ എല്ലാം പിറകെ വരും. വെയിറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, ബിഗ് ബോസിനെ വിശേഷമായിട്ട് വരാം. എൻ്റെ ഇൻസ്റ്റാ പേജും FB പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.